പി പി അടിക്കണം. ഇത് പണ്ട് കുറെ പി പി അടിച്ചിട്ടില്ല, ഓർമ്മ ഉണ്ടോ? ആ സൈക്കിൾ തള്ളിയിട്ടെടുത്തിട്ടോ. മതി മതി മതി. ആ സൈക്കിള് മറിച്ചിട്ടാണ്ടല്ലോ. കൈ പിടിക്കും വണ്ടി. നമ്മൾ എങ്ങോട്ടാ പോണ്? നമ്മൾ അക്കുവിനൊരു സർപ്രൈസ് വാങ്ങിക്കാൻ പോവാണ്. അക്കുവിന് അജുമാമിനെയും നമ്മൾ ജിഷ്ണുമാമനെ കൂട്ടാൻ വേണ്ടി വിട്ടിരിക്കുക അല്ലേ. നമ്മളിനി എങ്ങോട്ടാ പോണേ? ഞങ്ങൾ അക്കുവിനുള്ള ഗിഫ്റ്റ് ഒരാഴ്ച മുന്നേ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വാങ്ങിച്ച് വണ്ടിയിൽ വെച്ചിരിക്കുകയായിരുന്നു. കാണിച്ചു തരണോ? എന്താവും പറ, നീ പറ. നിന്നെയും കൊണ്ടുപോയിട്ടാ വാങ്ങിച്ചത്, പക്ഷെ നീ കാണാതെ വാങ്ങിച്ചത്. കാരണം നീ പറഞ്ഞു കൊടുക്കുന്നു കരുതിയിട്ട്. എന്താവും സർപ്രൈസ് എന്ന് പറയാൻ പറ്റുമോ നിനക്ക്? പറ, നീ പറ. എന്താവും അക്കുവിന് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടാവുക? എന്നാലും പറ, ഒന്ന് ഗസ് ചെയ്യ്, ഊഹിക്ക്. എന്താവും പറ. എന്നാലും ഏകദേശം എന്താവും? അക്കുവിന് ഇഷ്ടമുള്ള ഒരു സാധനമാണ്. എന്താ അറിയോ? എന്താണ്? കയ്യിൽ പിടിച്ചിട്ട് അങ്ങനെ ഓടിക്കണോ? അല്ല, വേറെ എന്തെങ്കിലും പറ. അതും അല്ല. വേറെന്താവും? അക്കു എപ്പോഴും ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു തരുമോന്ന് ചോദിക്കുന്ന ഒരു സാധനം. ഈ കണ്ടിട്ട് പോലും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ വാങ്ങിച്ചു തരും ചോദിക്കുന്നത്? എന്താവും പറ. എന്താവും സാധനം എന്നൊക്കെ പറഞ്ഞാൽ തരാം. പറ, എന്താവും? എന്താന്ന് കാണാൻ പോവല്ലേ? നീ കാണാ ആദ്യം. ഓക്കെ, ഇപ്പൊ കാണിച്ചു തരാം എന്താന്ന് കേട്ടോ. ആ വണ്ടിയിൽ വരുന്നുണ്ട് നമ്മുടെ സാധനം. കണ്ടോ? എന്താ സാധനം കണ്ടോ? എന്താ കണ്ടോ? എന്ത് സാധനം കണ്ടോ? എന്റെ കുട്ടി അക്കോന്. എന്നെ കൊണ്ടുപോകില്ല പറഞ്ഞില്ലേ? ഈ എന്റെ അമ്മേനെ കാണാൻ ഒരു ഭംഗിയില്ലാത്തോണ്ട്. ആ പിന്നെ എന്തിനാ കേറ്റിയത്? നീ അത് സമ്മതിച്ചില്ലേ പൊന്നെ? ഈ സമയത്ത് എന്താ പ്രശ്നം? തിരക്കാവും. ഞങ്ങളേ ഇത് കൊറേ മുമ്പേ എടുത്ത് വെച്ചതാണ് കേട്ടോ. എന്നിട്ട് അക്കുവിനെ അറിയില്ല സത്യം പറഞ്ഞാല്. അക്കു അജും കൂടെ ജിഷ്ണുവിനെ കൂട്ടാൻ പോയിരിക്കുകയാണ്. അപ്പൊ കാണാതെ റൂമിൽ വെച്ച് മൂടിയിട്ടൊക്കെ കൊടുക്കണം എന്നുണ്ട്. നടക്കുമെന്ന് അറിയില്ല കേട്ടോ. അക്കു കണ്ടാ അതൊക്കെ ഫ്ലോപ്പ് ആവും. ഇത് മേലെ കയറ്റിയല്ലേ സു? മേലെ കയറ്റട്ടോ നമുക്ക്. അതല്ലേ അന്നെ കൊണ്ടുപോയിണ്ട്. നമ്മളെല്ലാരും പോയപ്പോഴാണ് ഇത് വാങ്ങിച്ചത്. പക്ഷെ പൊന്നൂനോട് പറഞ്ഞില്ലാന്നുള്ളൂ. പറഞ്ഞു കഴിഞ്ഞാൽ അക്കുവിനോട് അത് പറയും. അതുകൊണ്ടാണ് പറയാഞ്ഞത്. അയ്യോ ഈ അക്കു ചേട്ടാ, ഞാൻ എന്ത് പറയുന്നത് പറഞ്ഞാലും പോയി പറയും. എന്തൊക്കെ അച്ഛനായി അക്കുന് വാങ്ങണ അറിയോ? ഒരു ഐച്ചോണ്, പിന്നെ ഇങ്ങനെ ഓടിക്കുന്ന ഒരു സ്കൂട്ടർ. ഓൾ അതാണോന്നാ ചോദിച്ചത്, ഓടിക്കുന്ന സ്കൂട്ടർ ആണോന്ന് ഒക്കെ വാങ്ങണം. അപ്പൊ സന്തോഷായോ? നോക്കട്ടെ. മോൾക്ക് സന്തോഷായോ? ഇല്ല. എന്താ അക്കുന് പിന്നെ എന്താ വാങ്ങണ്ടേ പറയില്ല. ഓളോട് പറഞ്ഞറിയാ? ഞാൻ ഓളോട് പറഞ്ഞേ ഞാൻ ഓളോട് പറഞ്ഞേ അക്കുന് ഒരു ഐഫോണും ഒരു സൈക്കിളും ഇതൊക്കെയാണ് വാങ്ങണേ. എന്തിനാ അച്ഛാ അതൊക്കെ വാങ്ങണത്? ഇത് വാങ്ങിയാ പോരെ? എന്ത്, ഒരു പാന്റും ഒരു ഷർട്ടും ഒരു ഷൂവും വാങ്ങിയാ പോരെ? ഇതൊക്കെ എവിടെന്ന് കിട്ടണപ്പാ? ഇതൊക്കെ എവിടെന്ന് കിട്ടണ കൊരങ്ങത്തി? സ്നേഹമുള്ളോണ്ടാ അല്ലേ? എന്റെ കുട്ടീന്റെ സ്നേഹാടാ അത്. ഉടുപ്പ്, ഷൂസ് ഒക്കെ. എന്താ സന്തോഷമില്ലാത്ത? അതെന്താ സന്തോഷമില്ലാത്ത? അത് മനസ്സിലായില്ല. ഈ ഇരുന്നാ പോലീസ് കണ്ട ഓടിക്കും നമ്മളെ. നമ്മളിനി കേക്ക് വാങ്ങിക്കാനാ പോണ കേട്ടോ. പിസ ഓരോട് വാങ്ങിക്കാൻ പറ. അങ്ങനെ അക്കുവിന് ഗിഫ്റ്റ് വാങ്ങിയതിന്റെ സങ്കടത്തിലാണ് നന്ദ. പോപ്കോൺ വാങ്ങിച്ചു തരുമെന്നാ ചോദിച്ചത്. പോപ്കോൺ ഞാൻ വീട്ടിൽ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. ആ വേണം. ഇപ്പൊ നമ്മള് കേക്ക് വാങ്ങിക്കാനാ പോണ. അക്കുന് വാങ്ങാനുള്ള പൈസ മാത്രം അച്ഛന്റെ കയ്യിലുള്ളൂ.
ആടി ഒഴയല്ലോ അങ്ങോട്ട്. പണ്ടാറ് പോയപ്പോ ഒരു കൊല്ലം കൂടി ഇരിക്കുവോ? ഏത് 10 പാക്കറ്റ് അക്കൂനോ? തുക്കക്കൂനോ? ഇന്നത്തെ ദിവസം ഫുൾ അക്കൂന. അപ്പൊ നന്ദയ്ക്കൊന്നും വാങ്ങിച്ചു കൊടുക്കില്ല? എടുക്കുന്നോ? അല്ല, നന്ദയ്ക്കൊന്നും വാങ്ങിച്ചു കൊടുക്കില്ല ഇന്ന്? ഇന്നെല്ലാം അക്കൂന. പക്ഷെ ഏപ്രിലിൽ നന്ദേന്റെ ബർത്ത്ഡേ വരുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ നന്ദയ്ക്ക് 2 കോലുമുട്ടായി വാങ്ങിക്കൊടുക്കും. പിന്നെ ഇത് 5 കുട്ടിട്ടാ അല്ലേ? 5 കുട്ടിട്ടാലോ? ചോക്ലേറ്റോ? ഇത്രയും ചോക്ലേറ്റോ? വണ്ടൂസേ അന്റെ സുവച്ചന്റെ കയ്യിലേ 50 വെളിച്ചെണ്ണ ചെറിയ പാക്കറ്റാ. പക്ഷെ 1 ലിറ്റർ ആണല്ലേ? അന്റെ അച്ഛൻ്റെ കയ്യിൽ ഒരു പൈസ കൊടുക്കാതിരിക്കാനാ? കണ്ട എന്റെ കുട്ടിക്ക് ബുദ്ധിയുണ്ട്. റെഡ് വെൽവെറ്റ് ആക്കിയാലോ? ഈ കൊഞ്ചല്ലേ? ചെടിയുള്ളത് മതി. ഇത്ര പിങ്ക് ചെടിയുള്ളത്. ആ അപ്പുറത്തെ റോസാപ്പൂവിന്റെ ആവും. അപ്പൂന് പക്ഷെ റെഡ് വെൽവെറ്റാ ഇഷ്ടം പോകുന്നു. പ്ലീസ്, അപ്പൂന്റെ ബർത്ത്ഡേ അല്ലേ? എനിക്ക് പിങ്ക് കേക്ക് വാങ്ങിച്ചാൽ. അപ്പൂന് റെഡ് വെൽവെറ്റാ ഇഷ്ടം. എന്നാ ഇതെടുത്താലോ? ചോക്ലേറ്റ് കേക്ക് എടുത്താലോ? എടുക്കല്ലേ? കൺഫേം അല്ലേ? ഓക്കെ, ആയിക്കോട്ടെ. കേറിയോ? ഓക്കെ, ഇവിടെ ഇരിക്കാൻ നേരമില്ല. അതിന്റെ മുകളിൽ കൂടെ ഇപ്പൊ വീഴും. തിരക്കൊഴിഞ്ഞ നേരമായോണ്ട്. ഇത്രയും തിരക്കൊഴിഞ്ഞ് കാണല്ലേ ലുലു? നോമ്പ് തുറക്കണ നേരമായോണ്ടാ കേട്ടോ. പാവട്ടോന്ന് പറയണ എന്തിനാ അറിയോ? മിഠായി ഒന്നും വാങ്ങിച്ചില്ലല്ലോന്ന്, അത് എടുക്കാൻ മറന്നില്ലേന്ന്. ഓർഡർ ചെയ്താ മിഠായി വീട്ടില് വരും കേട്ടോ. കണക്കിന് മിഠായി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. സ്കൂട്ടറും ഐഫോണും വാങ്ങാൻ അജുമാമിനോട് പറഞ്ഞിട്ടുണ്ട്. പൈച്ചില്ലല്ലോ. കാർഡിന് പൈച്ചുണ്ട്. എന്തോ ഒരു പുച്ച നോക്ക് പോത്ത്. ഇരിക്കവിടെ. ഇജെന്താ ചേട്ടന് ഗിഫ്റ്റ് വാങ്ങിയത്? അതൊന്നും വാങ്ങാത്തെ? അനക്ക് കയ്യതാ പൈച്ചല്ലോ. ഇതാണ് പൈച്ച. അനക്ക് പൈസ ഇല്ലല്ലോ. അന്റെ ബാഗിൽ പൈസ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ എവിടെ? ഞാൻ എന്റെ ബർത്ത്ഡേ ആകുമ്പോ എന്താ ചെയ്യാ അറിയോ? ഞാൻ നാട്ടിൽ പോകും. അപ്പൊ എനക്ക് ആരെന്ത് വാങ്ങിച്ചു? തരും മിഠായി വാങ്ങിച്ചു കൊടുത്തു. അതുകൊണ്ട് ആയു എന്റെ ഹാപ്പി ബർത്ത്ഡേക്ക് മിഠായി വാങ്ങിച്ചു. നന്ദക്കുറ്റി എന്റെ അബ്ബ 2 മിഠായി വാങ്ങി തന്നിട്ടുണ്ട്. ഒന്ന് നന്ദക്കുറ്റിക്കും ഒന്ന് അക്കൂനും. Hi, how are you? Wow,
എന്താ നന്ദക്കുട്ടിക്ക് യെല്ലോ കളർ, നന്ദക്കുട്ടിക്ക് ഓറഞ്ച്. എന്റെ കള്ളച്ചിരി ഒന്നും വേണ്ട, ഇങ്ങനെ തന്നെയാട്ടോ ആയു വന്ന് പറയാ. ഞങ്ങള് രാത്രി തന്നെ പറഞ്ഞു കൊടുക്കും, ആയു എങ്ങനെ വരും, ആയു എങ്ങനെ വർത്താനം പറയുന്നു. ഇത് കേട്ട് കിടക്കലാ നന്ദേന്റെ പടി. എന്നിട്ട് രാവിലെ എണീറ്റാ തന്നെ നന്ദ പറയും, ഒന്നും കൂടി പറ, ഒന്നും കൂടി പറ, ആയു എങ്ങനെ വരുന്നത് ഒന്നും കൂടി പറ. അപ്പൊ നന്ദക്കുട്ടി പറയും, അയ്യോ എനിക്ക് ഓറഞ്ച് തരുമോ? നന്ദക്കുട്ടിക്ക് ഓറഞ്ച് അല്ല, നന്ദക്കുട്ടിക്ക് റെഡ് ആണ്, നന്ദക്കുട്ടിക്ക് ഓറഞ്ച് അല്ല. ഞാൻ പിന്നെ ആയുവിനോട് മിണ്ടൂല. അപ്പൊ അതോ, ആയു എനിക്ക് റെഡ് തന്നില്ലല്ലോ, അപ്പൊ അതോ. അത് നന്ദേന്റെ വേർഷൻ. ഒരു വണ്ടി ഏതായാലും വന്നു ഒന്നങ്ങോട്ട് മാറ്റി ഞാൻ എടുക്കണോ? ഡ്രൈവിംഗ് സീറ്റിൽ ആളുണ്ട്. അമ്മ അപ്പുറത്തേക്ക് ഇരിക്കട്ടെ. അങ്ങനെ വീഡിയോഗ്രാഫർ നന്ദക്കുട്ടിയാണ്. എന്നിട്ട് ബാക്കി ആർക്ക് ഈ ഇന്നെ ഇങ്ങനെ പറഞ്ഞതാക്കണ്ട. അപ്പൊ ഞാൻ അങ്ങോട്ട് വണ്ടി ഓടിക്കുന്നു കരുതണ്ടേ. പിന്നെ മാനസികമായി തളർത്തുക. ഈ അമ്മയ്ക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലല്ലോ. വണ്ടി അവിടെ എടുത്ത് പോയാലോ അച്ഛനെ കൂട്ടാതെ? നല്ല രസമായി. പിസ്സ വാങ്ങിച്ച ആള് വരുന്നത്. ഞാൻ എടുക്കാം, ഞാൻ എടുക്കാടോ. എന്നെ വണ്ടി എടുക്കാൻ അനുവദിച്ചില്ല. അപ്പുറത്ത് വെക്കണ്ടേ? സംസാരിക്കല്ലേ, എന്റെ കുട്ടിയല്ലേ. ഈ സുവച്ചിന് നേരെ വണ്ടി ഓടിക്കാൻ അറിയില്ല. ഈ അമ്മ ഓടിച്ചാ മതിയെന്നു അല്ലേ? ഇതാ ഞങ്ങളെ മത്തർക്കതയും കേട്ടോ. ഇങ്ങനെ തിരക്കില്ലാതെ കാണലില്ല. ഇത് നോമ്പ് തുറക്കണ ടൈം ആയതുകൊണ്ടാ കേട്ടോ. നോമ്പ് തുറന്നു, പക്ഷെ ആ ഒരു അതുകൊണ്ടാണ് ഇത്ര കാലിയായിട്ട് കാണുന്നത്. അക്കുവിനൊരു പ്രതീക്ഷ പോലും ഉണ്ടാവില്ല അല്ലേ? ഉണ്ടാവോ സു? അക്കു പ്രതീക്ഷിക്കുമോന്ന് അറിയില്ല കേട്ടോ. ഇല്ലല്ല, പ്രതീക്ഷിക്കില്ല. കാരണം ഇത് ഞങ്ങൾ കുറേ മുന്നേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് വാങ്ങിക്കണം, ഞങ്ങൾ ബർത്ത്ഡേ ആവാൻ ഞങ്ങൾ മുന്നേ വാങ്ങിക്കാൻ നിന്ന സാധനം. ബർത്ത്ഡേ വരെ വെയിറ്റ് ചെയ്ത് നിർത്തിയതാ. ഇത് സൂൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ചിരിക്കുകയായിരുന്നു. അയ്യോ, ഒന്ന് വാപ്പുറത്ത് കൂടെ അടിച്ചോളാം. അയ്യോ, നിലത്ത് പൊട്ടിക്കല്ലേ. ഈ സൈക്കിൾ കച്ചറയാണ്. ഈ കച്ചറ സൈക്കിൾ എന്റെ പൊന്നുവിന്റെ പച്ചന് പഞ്ഞ സൈക്കിൾ ആയില്ലേ? അമ്മ കുട്ടി വിഷമിക്കണ്ട കേട്ടോ. എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നു മനസ്സിലായില്ല. ഇത് അക്കുന്റെ ഫ്രണ്ട് ശ്രീപദ് തന്നതാണ്. അപ്പൊ ഇത് ഞാൻ വീർപ്പിച്ച് അക്കുന് സർപ്രൈസ് ആക്കാൻ വേണ്ടി വീർപ്പിച്ചു. കാണാൻ പറ്റും. ഹാപ്പി ബർത്ത്ഡേ എന്ന് കാണാൻ പറ്റൂലേ? നീ ഇതിവിടെ വെക്കാം, സൈക്കിളിന്റെ പുറത്ത്. ഓക്കെ, ഞങ്ങൾക്ക് ഭയങ്കര പ്രഷ്യസ് ആയി കൊണ്ടുവന്ന സാധനമാണ്. അപ്പൊ ഞാനത് അതിന്റെ മുകളിൽ വീർപ്പിച്ചു വെച്ചു. നീ കേക്കും കൂടി വെച്ചാൽ സെറ്റായി. ഞാൻ സൈക്കിള് വാതിലിൻ്റെ ബാക്കിലേക്ക് മാറ്റി വെച്ചു കേട്ടോ. കാരണം മറ്റേതോ വന്ന് കയറുമ്പോൾ തന്നെ അവന് മനസ്സിലാവും. ഇത് അവിടെ നിന്ന് വരുമ്പോൾ നേരെ കേക്ക് മാത്രമേ കാണുള്ളൂ. ഈ സാധനം പുറകിലല്ലേ, അതിന് വേണ്ടിയിട്ടാട്ടോ. നമ്മൾ മെഴുകുതിരി വാങ്ങിച്ചിട്ടില്ല പൊന്നു. വേണ്ടല്ലേ? മെഴുകുതിരി വേണ്ട അല്ലേ? അയ്യോ, തൽക്കാലം ഇത് മതി, മുറിച്ചാൽ മതി. എവിടെ ബർത്ത്ഡേ ബോയ് വരൂ? ഏത് ഇഷ്ടപ്പെട്ട കേക്കാണോ നോക്ക്. ഇതെന്റെ ശ്രീപത്ത് തന്നതാണ്. ഓ ഹാജ, നോട്ട് മൈ ബർത്ത്ഡേ, അക്കൂസ് ബർത്ത്ഡേ. അമ്മാവിടെ ബർത്ത്ഡേ അല്ല, അവരുടെ ബർത്ത്ഡേ. അവനക്കുള്ള ഗിഫ്റ്റ്. എന്നോട് ബർത്ത്ഡേ ജൂലൈ 30, മറക്കരുത്. ഓക്കെ, അക്കുന് കോൾ അടിച്ചല്ലോ. കൊടുത്തേ. വാ അജി ചേട്ടാ വാ.
അജീഷേട്ടനെ നമ്മള് വഴിന്ന് പിടിച്ചോണ്ടെന്നാ കേട്ടോ. കാലങ്ങൾ പോനാലും ആ പൂപ്പീനെ ശരിക്കും വെച്ചാ, പൂപ്പീനെ ശരിക്കും വെക്ക്. എവിടെ ജിഷ്ണു? വാ, ജിഷ്ണു എത്തിയിട്ടുണ്ട്. എന്താണ് വണ്ടി ഓടിക്കുന്നൊക്കെ? സാധാരണ സർപ്രൈസ് ഒക്കെ കൊടുത്താല് കുട്ടികൾ ഓടിച്ചെന്ന് കരഞ്ഞ് കെട്ടിപ്പിടിക്കലൊക്കെയാണ്. അക്കു മൈൻഡ് ചെയ്തില്ല. പ്രതീക്ഷിച്ചു നോക്കൂ. ഇല്ല, വെറുതെ പറയണ്ട. പ്രതീക്ഷിപ്പിക്കായിരുന്നു. ഓരോ കടയിൽ പോക്ക് അത് വാങ്ങിത്തരോ, ഇത് മുതലെടുക്ക, അത് വാങ്ങൂ, ഇത് വാങ്ങിത്തരോ. എന്തോ എക്സ്പെക്ട് ചെയ്തോ? അപ്പൊ വെറുതെ വിചാരിക്കൂലല്ലോ അക്കോ. അനക്കെന്തിനാ ചാടി കളിച്ചിട്ട്? ഇത് ഈ വലിപ്പത്തിന് എന്തിനാ അറിയാം വാങ്ങിച്ച്? രണ്ടാക്കും പോവാൻ വേണ്ടിട്ടാ. ഇരിക്കുവാണ് അങ്ങാടി വന്നില്ലാതെ നമുക്ക് പോണ്ട സൈക്കിളില്. അതാണ് ഓരത്രേ ഉള്ളൂ. ആദ്യം കണ്ടില്ല, ഓ കണ്ടിട്ടേ ഇല്ല. അജുമാമനെ വാച്ച് വെച്ച് എന്റെ പൊന്നാല് എന്തിന്റെ കേള. ബലൂൺ എടുത്ത് കാണിച്ചു കൊടുക്ക്. ബർത്ത്ഡേ ആവുമ്പോ ബർത്ത്ഡേ ഒക്കെ ആയാലേ അക്കൂന്റെ ബർത്ത്ഡേ ആവണം. സൈക്കിള്, വാച്ച്. ഇതാണ് എന്റെ ഗിഫ്റ്റ്. ഇതെന്തിനാ അക്കുനെന്ന് അറിയോ? അക്കുനോട് എന്ത് പറഞ്ഞാലും അക്കു പറയും 10 മിനിറ്റ് കൊണ്ട് വരാന്ന്. അക്കു വരലില്ല. ഇനി ഞാൻ അക്കു അങ്ങനെ പറഞ്ഞു പോകുമ്പോ ഇത് അങ്ങോട്ട് വെക്കും. അവിടെ 10 മിനിറ്റ് എനിക്ക് ടൈം അറിയാനുള്ളതാണ്. ഇതെനിക്ക് വേണ്ട സാധനമായിരുന്നു. അപ്പം ദോഹ സെന്ററിന്ന് ലൊടുക്കില് കണ്ടപ്പോ നല്ല ഭംഗിയില്ല അജിച്ചേട്ടാ. ഇങ്ങനത്തെ കൊറേ സാധനങ്ങളുണ്ട് അവിടെ. നല്ല ഭംഗിയുണ്ട്. ഇത് 10 മിനിറ്റ് ആണ് ഇത്ര. ഇത് ഇങ്ങനെ ആയി വരുമ്പോഴേക്ക് 10 മിനിറ്റ്. രാവിലെ എണീറ്റ് ജിഷ്ണു പോയ പാടെ എന്നോട് ചോദിച്ചു, അമ്മ ജിഷ്ണു എവിടെയെന്ന് ചോദിച്ചു. ജിഷ്ണു മാമ എവിടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു പോയി എന്ന് പറഞ്ഞു. എപ്പോഴും വരിക പോവുക ഇതന്നെയുള്ളൂ. എന്തൊക്കെയോ പറഞ്ഞോളൂ. ഞാൻ വിളിച്ചു കൊടുത്തു. ഞങ്ങള് കേക്ക് മുറിക്കാണ്. ആയി ഉറങ്ങണം. അവളെ ആയി ഒരാളെ കേക്ക് മുറിക്കാൻ പറ്റൂല. ഡ്രസ്സൊക്കെ ഇട്ട് ചേഞ്ച് ചെയ്തിട്ടൊക്കെ വരണം. ഞങ്ങക്ക് നേരല്ല കാത്തിക്കാൻ. ഞങ്ങൾ കത്തി മുറിക്കാൻ വേണം. പിന്നെ എന്റെ ആയുവിന് വേണ്ടി ഇപ്പൊ എപ്പോഴും കാത്തിക്കാൻ പറ്റുമോ? എന്റെ ആയു നേരത്തെ വരണ്ടേ? എന്റെ ആയു ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങിയത്. ഞങ്ങള് കേക്ക് മുറിക്കാൻ പോവാ. എന്നാ നീയും പോയിക്കോ. നീയും വരണ്ട. നീയും ആയു ഒപ്പം വന്നോ. ഞങ്ങള് കേക്ക് മുറിക്കാൻ പോവാ. മുറിച്ച കേക്ക് അബേനെയും അബുനെയും വിളിച്ചിട്ട് വാ. ആയു വന്നോട്ടെ. താഴെ മറ്റേ എന്താക്കോ മറ്റേ അലക്കണേന്റെ മേലെ ഒരു പെട്ടിട്ട് എടുത്തോ. ഗിഫ്റ്റ് ആണോ? ഗിഫ്റ്റ് ആണോ? അലക്കി തോരുന്നത് കണ്ടുപിടിച്ചോടെ പോയിട്ട്. അപ്പാ
ഇങ്ങോട്ട് കൊണ്ടിട്ടോ അവയ്ക്ക് എന്താ നാണോ? ആ സൈക്കിള് കേട് വന്ന തന്നെ അവനെ ഓടിച്ചിട്ടാ. അവന്റെ മുന്നത്തെ സൈക്കിള് കേട് വന്നത് കണ്ട കണ്ടോ കണ്ടോ? സത്യം പറയുമ്പോ കണ്ടോ മുഖം മാറണേ? ചില്ലറോട്ടത്തിനോ ഈ റൊക്കോട്ടത്തിനോ ഓടി? എന്താ ആയി വരാത്ത എന്താ? ആ കുഞ്ഞി കാത്തിക്കാൻ പറ്റൂല കേട്ടോ. കൊറേ നേരം എന്റെ ആയുവിനെ കാത്തിക്കാൻ. കുറ്റം ഞാൻ നീച്ചിട്ടുള്ള ഡ്രസ് മാറ്റിട്ട് വരാ പറഞ്ഞു. അങ്ങനെയല്ലേ പറഞ്ഞ? പിന്നെ ഇങ്ങനെ പറഞ്ഞേ ഉമ്മയെ പറഞ്ഞേ? ആയു പറഞ്ഞില്ല. ആ കണ്ട ആയു അല്ല പറഞ്ഞ. എന്നാ പിന്നെ വേണ്ട. ഇത് ഉറക്കത്തുനിന്ന് എണീറ്റ് വരിക കേട്ടോ. എന്താണ് ബ്ലാക്കും ബ്ലാക്കും ഉള്ളോ? ഇവിടെ കേക്ക് മുറിക്കാൻ വന്നായി. നമ്മള് സെയിം ബ്ലാക്ക്. ചവിട്ടും അന്റെ മാത്രം പറഞ്ഞാൽ അടിക്കുന്നില്ല. അതല്ലേ അയ്യോ അവങ്ങൾക്ക് അക്കുനി നീ അത് ചെവിയിൽ വെച്ചങ്ങനെ നടക്കാലോ അല്ലെ? നീ ആര് വിളിച്ചാലും കേൾക്കാത്തതിന് അടി അങ്ങനെ കിട്ടും അക്കുനി. അത് ഞാൻ നോക്കും. ഇതോ ടെസ്റ്റിംഗ് ആണ്. ഓനെ കൊടുത്ത സാധനം നീ നോക്കി കൊടുത്തേ. എന്താ വാങ്ങിയത്? എന്തൊക്കെ രണ്ടും ഉണ്ടാ ഉപയോഗിക്കാനുള്ള സാധനം പറഞ്ഞോട്ടോ. അടുത്ത നോക്കിനി സാധനങ്ങൾ കണ്ടമാനുണ്ടല്ലോ. എന്താക്കോ അപ്പൊ എത്തിക്കൂടെ എടുത്ത് വെച്ചേക്കി. ബോധം കിടോ? ആ നെക്സ്റ്റ് അടുത്ത ഇങ്ങോട്ട് പെട്ടികളുണ്ട്. അസിസ്റ്റന്റ് ഒന്ന് പിടിക്കൂ. അമ്മായി പോര്. നീ ചോദിക്കാൻ ഞാൻ ചോദിച്ചു വാങ്ങിയതാരേ? ഓനെല്ലാം അറിയാം. ഓൻ അതന്നെ ഒബ്സർവ് ചെയ്യല്ലേ. നിങ്ങളൊക്കെ മണ്ടന്മാർ. കൊല്ലത്തെ 2-4 കൊല്ലത്തേക്കുള്ളായിട്ടോ. പെട്ടികളെ ഞാൻ എന്റെ ബർത്ത്ഡേക്ക് പറഞ്ഞു വരാൻ നിക്കണ്ട കേട്ടോ. നന്ദേന്റെ ബർത്ത്ഡേക്ക് ഇനി എന്താ പറഞ്ഞാലും ഞാൻ അവിടെ ഉണ്ടാവില്ല. എല്ലാരും നാട്ടിലാവും. ചോദിച്ച് പറഞ്ഞു വെച്ചാ എന്തും കിട്ടും. അപ്പൊ നോക്കി വെച്ച് പറയും. അന്റെ പറഞ്ഞാലും ആരും ഉണ്ടാവില്ല അവിടെ. ഇല്ല അണക്കാണ് ഉത്തരവാദിത്തം. നന്ദേന്റെ പിറന്നാളിന് എല്ലാം വാങ്ങിച്ചു കൊടുക്കണ്ട കേട്ടോ. ഓൾ അങ്ങനെ പറഞ്ഞ ബാറ്ററി ഉണ്ടാവില്ലടാ. അവിടെ വെക്കാം, കുറച്ച് നോക്കാം. എന്താണ്
കേട്ടില്ലേ? അയ്യോ ഞാൻ ആയിന്റെ ബർത്ത്ഡേക്ക് വാങ്ങി തന്നില്ലേ, അതുപോലെ എനിക്ക് വാങ്ങി തരണേ. വാ കേക്ക് മുറിക്കാം, വാ 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 കേക്ക് മുറിച്ചിട്ട്. ആ കട്ട് കേക്ക്. ആ യെസ് കം കട്ട് കേക്ക്. കേക്ക് മുറിക്കാം. രാത്രി വന്നിട്ട് പുറപ്പെടും തുറന്നു കൊണ്ടുപോകാൻ കത്തി കിടക്കുന്നു. ഡക്കോ എന്താക്കോ അമ്മയ്യേ തോണ്ടി തോണ്ടി തീരും അത്. തോണ്ടി തിന്നോ? അമ്മായി തോണ്ടി തിന്നാണെന്ന്. അതല്ലല്ലോ ഇതിലെ കേക്ക് ഉണ്ടല്ലോ. കട്ട് കേക്ക് ആയില്ലട്ടോ, ആയില്ലേ ഞാൻ പറയട്ടെ. അപ്പൊ പിണക്കത്തിലാണ് കേട്ടോ, പിടിച്ചു വലിച്ചിട്ടൊന്നും വരുന്നില്ല. അപ്പൊ കട്ട് ചെയ്തോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ അക്കു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അക്കുനും കൊടുക്ക്. ഒരു പൊട്ട് മുറിച്ചൊരു അക്കുന് കൊടുക്ക്. ഒന്നൊരു പൊട്ടെടുത്തൊരു അക്കുന് കൊടുക്ക്. കൊടുക്ക് കുട്ടികൾക്ക് കൊടുക്ക്. നിക്ക് കൊടുത്ത കൊടുക്ക്. അജിഷാണ് ചെല്ലി. ഒരു കഷ്ണം, സുഭാഷേട്ടാ ഒന്നും മുറിച്ചോ. ഒരു ചെറിയ കഷ്ണം. ഇതെന്താ ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിരിക്കണേ? കണക്ക് ഞാൻ അത് കൊടുത്തോളൂ, ഞാൻ ഇവന് കൊടുക്കാൻ വേണ്ടിട്ടാ. ഒരു പ്ലേറ്റ് എടുത്തത് വല്ലതൊക്കെ നേരത്തെ കൂടെ എല്ലാം ഹാജിക്ക് മുറിച്ചു കൊടുക്കണം. ഞാൻ തിന്നിട്ടില്ല. മറ്റൊരു കഷ്ണത്തിൽ ഇത് വിട്. എന്താ വേണ്ടാത്തതിന്? ഇതിനെന്താ പിണക്കം? Why you don't want? My happy is too big. Huh? My happy is too big with it. Ah, your happy bee is too big. Yeah. Akku is small happy bee only. Okay? Abbas happy bee is big, not Akku's. Okay? Adana penakam. Okay? Akku have small happy bee, no? This one. I don't like ham. നമ്മളതൊന്നും വേണ്ട. അല്ലെങ്കിലും വലിയ വലിയ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ നമ്മളെ 10 മിനിറ്റിന് വിലല്ല. ഞാൻ അപ്പനെ മേടിക്കാൻ നോക്കിയിട്ട് അവള് തരാത്തോണ്ടാ. ആയുവിന്റെ അമ്മയ്ക്ക് എടുത്തു കൊടുക്ക്. പറ എന്നൊരു സത്യം പറയട്ടെ എന്ന് ചോദിച്ചു. എടുത്തോ എന്താളും മുറിച്ച് മുറിച്ച്. മതി അരിഞ്ഞത്. ഓ കഷ്ടപ്പാടാണല്ലേ. എന്താ കഷ്ടപ്പെട്ട് അരിഞ്ഞ് സ്വയം തിന്നുക. കുഴങ്ങി എന്തിനാ എന്താ? എത്ര പീസായി? കേക്ക് നിന്ന് മതിയായില്ലേ? അങ്ങനെ കേക്ക് മുറി കഴിഞ്ഞു. കുട്ടികൾക്ക് വേണ്ടി പിസ്സയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നിലത്ത് ഫുള്ള് കേക്കും അത് തുടച്ച് വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അക്കുരി കിട്ടിയ ബാക്കി കളിപ്പാട്ടം കൊണ്ട് ഉള്ളിൽ അജു കളിക്കുന്നുണ്ട്. കാണിച്ചു തരാം. ഓടിക്കാൻ അറിയില്ല.
തിന്നട്ടെ. തിന്നു കഴിഞ്ഞാൽ വർക്കാവോ? ആ യൂസർ മാനുവലോടെ അതൊക്കെ ഞാൻ കളഞ്ഞു. പല്ലിന് കിട്ടും. എന്ത് ഞാനാ പെട്ടികളൊക്കെ എടുത്ത് കളഞ്ഞു. ബില്ലോ എനിക്ക് ബില്ലൊന്നും ആരും തന്നില്ലല്ലോ, എനിക്ക് ആരും കൊണ്ടു തന്നില്ല ഒന്നും. ആ അതന്നെ നോക്കണ്. തള്ളയ്യ പഠിക്ക്. അജു മേലെ തട്ടിക്കല്ലേ, മേലെ തട്ടിക്കല്ലേ. കേട്ടോ ഇത് പോയി കിടന്ന് തട്ടൂല. പഠിക്കും. തീർത്ത് പണി തീർത്തോനതിന്റെ കഴിഞ്ഞു. ഇനി പഠിക്കട്ടെ. ഇനി അജു പഠിച്ചിട്ടേ ഓടിക്കാൻ പറ്റുള്ളൂ. കൊള്ളാലോ. ഒന്നും കൂടി കൊടുത്ത എന്തോ അല്ലാതെ അടിക്കുന്നുണ്ട്. എന്റെ കണ്ടോ ഞാൻ ഇങ്ങനെ ഇങ്ങനെ അടിച്ചിടണോ? ഇത് ഫ്ലിപ്പ് അടിക്കണ കേട്ടോ കേട്ടോ. കറങ്ങിയില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ശ്രീമോളെ ടക്കുന് കൊടുക്കണ്ട, എടുത്തോക്കാം. ഓരോ ഒറ്റൊരു ദിവസം കൊണ്ട് ഈ ആണെങ്കിൽ 2 ദിവസം കൊണ്ട് കേട്ടോ. 2 ദിവസം അത്രേ ഉള്ളൂ വ്യത്യാസം. ഇത് മാറ്റി എടുത്തോക്കാം. ഇത് എടുത്തു വെച്ച് പറഞ്ഞു ക്ലാസ് കഴിഞ്ഞിട്ട് കേടായി.